ഇപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്ന ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? നിനക്ക് ഇതിന്റെ വല്ല പണിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടോ? ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഈ ടിക്ടോക്ക് സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴൊക്കെ ചോദിക്കും, വെറുതെ എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണേ, എന്താ വല്ല കാര്യമൊന്നും ഇല്ലല്ലോ, ഇതിലെന്ന് പറഞ്ഞ് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ കളിയാക്കുന്നവർ കളിയാക്കും. നമുക്കിപ്പം എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക. ഞാൻ പിന്നെ അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്യും. ഇങ്ങനെ വ്ളോഗ് അതൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ്, മടുപ്പ് വരാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോയി. ഇവർ പറഞ്ഞവരെ ആരും ഞാൻ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനൊന്നും ആരും ഒന്നും പറയുന്നൊന്നുമില്ല. നമ്മൾ ഇടുന്ന വീഡിയോക്കെല്ലാം സപ്പോർട്ട് ചെയ്യും ആൾക്കാർ. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് ആ പെൺകുട്ടികളായിട്ട് എടുത്ത സമയത്ത് ഇങ്ങനെ കാസ്റ്റ് പിന്നെ ഈ ജെൻഡറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് രണ്ട് പെൺകുട്ടികൾ എടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് പക്ഷേ ഞാൻ അതിന് പ്രതികരിച്ചതൊന്നുമില്ല. കമൻറ്റ് റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. അവർ പറയും, സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ എല്ലാം അങ്ങനെയല്ലേ, നെഗറ്റീവ് പറഞ്ഞാലേ റീച്ച് ആവുള്ളൂ. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ആര് നമ്മളെ നെഗറ്റീവ് പറയുന്നു അപ്പം നമുക്ക് റീച്ച് കൂടി കൂടിയല്ലേ വരത്തുള്ളൂ. അപ്പം നമുക്കത് അറിയാം.